പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പ്രൊജക്ടർ ബ്രൈറ്റ്നസ് കുറവെന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. എന്തായാലും ഇത് എൻ്റെ കംപ്ലൈൻ്റ് ഒന്ന് അഴിച്ച് നോക്കാം. ഓക്കെ, ഇത് പ്രൊജക്ടറിൻ്റെ ഉൾവശം. രണ്ട് ഗ്ലാസ് പീസാണ്. ഇതൊന്ന് കീ സ്റ്റോൺ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോക്കസിന് വേണ്ടിയിട്ട്. ചൈന പ്രൊജക്ടറിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ LCD പാനൽ വരുന്നത്. ഈ പാനൽ അഴിച്ചിട്ടൊന്ന് നോക്കാം. LCD പാനൽ ഇതാണ്. ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ബാക്കി ഒന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. പാനൽ ക്ലീൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഹാർഡായിട്ടുള്ള തുണികൾ ഉപയോഗിക്കരുത്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രം ഉപയോഗിച്ച് തുടയ്ക്കാവും. പാനലും അതിൻ്റെ പിറകിൽ വരുന്ന ഈ ഒരു ഗ്ലാസും നല്ലപോലെ ഒന്ന് തുടയ്ക്കും. ക്ലീൻ ചെയ്ത് ഇത് തിരിച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്ത് നോക്കാം. തിരിച്ച് കണക്ഷൻ ചെയ്യുമ്പോൾ എല്ലാ കണക്ഷനും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ നോക്കണം. എല്ലാം ചെക്ക് ചെയ്യണം. മണലിൽ വരണ്ടേ നിന്നാൽ കടലിൽ കരണ്ടേ നിന്നാലേ. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.